ഗുരുഗ്രാമിലെ ഗ്രേഡ് PG സെക്ടർ 69-ൽ ഒരു പെൺകുട്ടി തന്റെ ലിവിംഗ് പങ്കാളിയോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവിടെ ഒരു ഭീകരമായ സംഭവം നടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സാനിറ്റൈസർ വെച്ച് അതിൽ തീ കൊളുത്തുന്നു. അതിനൊപ്പം അവളെ അപമാനിക്കുന്ന രീതിയിൽ അവളുടെ മേൽ മൂത്രമൊഴിക്കുകയും അത് കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം പഴയതൊന്നുമല്ല. 2026 ഫെബ്രുവരി മാസമാണ് ഇത് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് ഭയാനകമായി തോന്നിയെങ്കിൽ ഇത് വെറും തുടക്കം മാത്രമാണ്. ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ വിറയലുണ്ടാക്കും. ഈ സംഭവം പറയാൻ എനിക്ക് തന്നെ വളരെ പ്രയാസമാണ്. പക്ഷേ ഇന്നത്തെ യുവജനങ്ങൾ പ്രണയത്തിലോ അതിലേക്ക് കടക്കാനോ പോകുന്നവർ ഈ കഥ കാണുകയും ഇതിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ 18 വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോ കാണാതെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ സംഭവത്തിന്റെ തുടക്കം 2025 ഓഗസ്റ്റ് മാസം 18 ഗുരുഗ്രാമിൽ. അവിടെ GD ഗോയങ്ക എന്ന കോളേജിൽ ത്രിപുരയിൽ നിന്നുള്ള 19 വയസ്സുള്ള ഒരു പെൺകുട്ടി BSc ബയോടെക് പഠനത്തിനായി അഡ്മിഷൻ എടുക്കുന്നു. അവൾ പിന്നീട് ചില ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ യുവജനങ്ങളിൽ ഇത് സാധാരണമാണ്. അങ്ങനെ 2025 സെപ്റ്റംബർ മാസം 6-ന് അവൾ ഒരു യുവാവിനെ പരിചയപ്പെടുന്നു. അവന്റെ പേര് ശിവം. അവൻ നരേലയിലാണ് താമസം. അവർ തമ്മിൽ സംസാരിക്കുന്നു. ആദ്യം സൗഹൃദമായി, പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. സെപ്റ്റംബർ മാസം അവസാന വാരത്തിൽ അവർ നേരിൽ കാണാൻ തീരുമാനിച്ചു. ശിവത്തിന്റെ വീട്ടിൽ അന്ന് മറ്റാരും ഇല്ലായിരുന്നു. അവൻ അവളെ വീട്ടിലേക്ക് വിളിച്ചു. വിവാഹ വാഗ്ദാനം നൽകി അവളെ വിശ്വസിപ്പിക്കുകയും അവർ തമ്മിൽ അടുത്ത ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു. തുടർന്ന് അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവർ ഗുരുഗ്രാമിലെ സെക്ടർ 33-ൽ ഒരു ഫ്ലാറ്റ് എടുത്ത് ലിവിംഗ് റിലേഷൻഷിപ്പിൽ താമസിക്കാൻ തുടങ്ങി. പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ശിവത്തിന് അവളെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ തോന്നുന്നു. യാതൊരു കാരണവും കൂടാതെ ചിലർക്ക് ഇത്തരത്തിലുള്ള അമിതമായ സംശയം ഉണ്ടാകാറുണ്ട്. ഇതോടെ അവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 2026 ജനുവരി മാസത്തിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി. അവിടെ ചെന്നപ്പോൾ ശിവത്തിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങുന്നു. അവൻ അവളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതുവരെയും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് കുടുംബത്തിന് അറിവുണ്ടായിരുന്നു. ഭാവിയിൽ വിവാഹം നടത്താനുള്ള ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ ശിവം അവളെ മാനസികമായി നിയന്ത്രിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാൽ അവൾക്കിത് കുടുംബത്തോട് പോലും പറയാൻ കഴിയാതെ പോകുന്നു. ആ പെൺകുട്ടി സ്വഭാവത്തിൽ വളരെ ശാന്തയും സഹിഷ്ണുതയുള്ളവളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം കേട്ടും മനസ്സിലാക്കിയും തൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കി വയ്ക്കുകയായിരുന്നു. ഈ ശിവത്തിന്റെ സംശയവും ക്രൂരമായ പെരുമാറ്റവും ഇതെല്ലാം അവന്റെ മനസ്സിനെ പൂർണ്ണമായും പിടിച്ചടക്കിയിരുന്നു. അതിനാൽ ഫെബ്രുവരി മാസം 13-ന് അവർ വീണ്ടും താമസം മാറാൻ തീരുമാനിക്കുകയും ഗുരുഗ്രാമിലെ ഗ്രേഡ് PG സെക്ടർ 69-ലേക്ക് മാറുകയും ചെയ്തു. അവിടെ പോയ ശേഷവും ശിവത്തിന്റെ സ്വഭാവത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. മറിച്ച് മുമ്പത്തേക്കാൾ കൂടുതൽ ക്രൂരനായി മാറി. കാര്യങ്ങൾ അത്രയും അതിരുവിട്ടതായി തീർന്നു. ആരും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ, കേൾക്കുന്നവർക്ക് പോലും രക്തം തിളയ്ക്കുന്ന തരത്തിലായി അവന്റെ ആ ഒരു സ്വഭാവം. ഇപ്പോഴൊക്കെ ശിവത്തിന് നന്നായി അറിയാമായിരുന്നു താൻ എന്ത് ചെയ്താലും ഇവൾ ആരോടും പറയില്ല, സ്വയമേ അവൾ പോരാടില്ല എന്നൊക്കെ. അങ്ങനെ ഫെബ്രുവരി മാസം 16 അന്ന് മുതൽ അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞതനുസരിച്ച് 2026 ഫെബ്രുവരി മാസം 16-ന് ശിവം ആദ്യം ഒരു സ്റ്റീൽ ബോട്ടിൽ കൊണ്ട് അവളുടെ തലയിലടിച്ചു. എന്നാൽ അതിൽ നിന്ന് പോലും അവന്റെ ക്രൂരത അവസാനിച്ചില്ല. കോപം വന്നപ്പോൾ അവളുടെ തല അലമാരയിലും കട്ടിലും ഇടിക്കുകയും ചെയ്തു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകുടവും അവളുടെ തലയിൽ എറിഞ്ഞു പൊട്ടിച്ചു. എന്നാൽ ഇതൊക്കെ വെറും തുടക്കം മാത്രമായിരുന്നു. ഈ സമയത്ത് ശിവം അവളുടെ ചില സ്വകാര്യ വീഡിയോസ് എടുത്തിരുന്നു. അവ ഉപയോഗിച്ച് അവളെ ഭീഷണിപ്പെടുത്തി. നീ ആരോടെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ പുറത്തുവിടുമെന്ന്. അതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി. ഫെബ്രുവരി മാസം 17-ന് അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സാനിറ്റൈസർ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. അവളെ ഭീഷണിപ്പെടുത്തി. നിനക്കിനി ശരിയായി നടക്കാനാകില്ല, നീ ഒരിക്കലും അമ്മയാകില്ല എന്നൊക്കെ അവളോട് പറഞ്ഞു. ഇതിലുപരി അവളെ മാനസികമായി തകർക്കാൻ പല തരത്തിലുള്ള ഭീഷണികളും പറഞ്ഞു. ഒരിക്കൽ നിനക്കൊരു ഇഞ്ചക്ഷൻ തരും, നിന്റെ ശരീരമാകെ മാറുമെന്ന പോലെയൊക്കെ ഭീഷണിപ്പെടുത്തി. ഫ്ലാറ്റിൽ ശിവം ചെയ്ത മറ്റൊരു ക്രൂരത, കത്തി ഉപയോഗിച്ച് അവളുടെ കാലിൽ മുറിവേൽപ്പിച്ചു. അവൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചു. ഫെബ്രുവരി മാസം 16, 17 തീയതികളിൽ രക്തം പുരണ്ടതും കത്തിപ്പോയതുമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അതേ അവസ്ഥയിൽ തന്നെ അവൾ അങ്ങനെ കിടത്തി. അവളെ ഒന്ന് കുളിക്കാൻ പോലും അനുവദിച്ചില്ല. ഇതൊക്കെ കേൾക്കാൻ പോലും അതീവ ഭീകരമാണ്. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവളുടെ മേൽ മൂത്രമൊഴിക്കുകയും അത് കുടിക്കാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ആരുടെയും പങ്കാളികളാകാൻ യോഗ്യരല്ല. അവർക്ക് മറ്റൊരാളുടെ വികാരങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. സ്വന്തം തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത്. ശിവം അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു. ഈ പെൺകുട്ടി ഇതുപോലെ അനവധി പീഡനങ്ങൾ സഹിച്ചു. അവയിൽ ചിലതിതാണ്.
मेरे होठों को लाइटर से जलाया, मेरी जीभ को लाइटर से जलाया, फिर मेरे हाथों को सैनिटाइजर लगा के मेरे हाथों को भी बुरी तरीके से जलाया। जब बोलता था, जब अगर सैनिटाइजर का एक बूंद भी जमीन पर गिरता है तो तेरा पूरा शरीर जला दूंगा। मैं बहुत चीखती थी। जब भी मैं चीखती थी वो मेरे मुंह അവൻ എന്റെ അധരങ്ങളിൽ ലൈറ്റർ കൊണ്ട് കത്തിച്ചു, എന്റെ നാവും കത്തിച്ചു, എന്റെ കൈകളിൽ സാനിറ്റൈസർ ഒഴിച്ച് അതിലും തീ കൊളുത്തി. ഒരു തുള്ളി പോലും നിലത്ത് വീണാൽ നിന്റെ മുഴുവൻ ശരീരവും കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ ശക്തമായി കൂവുമ്പോൾ അവൻ എൻ്റെ മുഖത്ത് കാലുകൊണ്ട് അടിക്കുകയും മുട്ടുകൊണ്ടടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അടിച്ച് എൻ്റെ താടി വരെ പൊട്ടി. എൻ്റെ കഴുത്തിലും വളരെയധികം അടിച്ചു. അതിനുശേഷം അവൻ തൻ്റെ മൂത്രം കുടിക്കാൻ എന്നെ നിർബന്ധിച്ചു. എന്നെ ഒരു മുറിയുടെ കോണിൽ തള്ളിയിട്ട് രക്തം പതിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ 3 ദിവസം എന്നെ കിടത്തി. കുളിക്കാൻ പോലും അനുവദിച്ചില്ല. എന്നെ ഭീഷണിപ്പെടുത്തി. നിനക്കൊരിക്കലും അമ്മയാകാൻ കഴിയാത്ത വിധം ഞാൻ നിന്നെ തകർക്കും, നിന്റെ ശരീരം മുറിച്ചു മാറ്റും, അതിൽ ഉപ്പും മുളകും പുരട്ടും, കത്തികൊണ്ട് എൻ്റെ പേരെഴുതും, ഇതൊന്നും അല്ലാതെ നിനക്ക് ഇഞ്ചക്ഷൻ തരും, നീ ഒരു പെൺകുട്ടിയല്ലാതാകും, നിനക്ക് താടി വളരും, നീ ജീവിക്കാനും മരിക്കാനും കഴിയാത്ത അവസ്ഥയിലാക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് വളരെ പ്രയാസപ്പെട്ടാണ് അമ്മയോട് പോലും പറയാൻ കഴിഞ്ഞത്. ഒരിക്കൽ അവൻ്റെ ഫോൺ കൈവശം കിട്ടിയപ്പോൾ സാധാരണയായി സംസാരിക്കുന്നത് പോലെ നടിച്ച് ഞാൻ അമ്മയോട് ബംഗാളി ഭാഷയിൽ എല്ലാം പറഞ്ഞു. എന്നെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്ന്. അമ്മ ഉടൻ 112-ൽ വിളിച്ചു. തുടർന്ന് പോലീസ് എത്തി എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റാരും ഇതുപോലെ അനുഭവിക്കരുത്. അവൻ ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷിക്കപ്പെടണം. ഇതാണ് നിങ്ങളിപ്പോൾ കേട്ട വോയിസിലൂടെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ. ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, ഇങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ശിവം അവളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഫെബ്രുവരി മാസം 18-ാം തീയതി രാത്രി അവൾ ധൈര്യം കണ്ടെത്തി സ്വന്തം വീഡിയോസ് പുറത്ത് പോയാൽ പോലും പ്രശ്നമില്ല, മാതാപിതാക്കളോടെല്ലാം പറയണമെന്നവൾ തീരുമാനിച്ചു. രാത്രി 10 മണിയോടെ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവൾ ശിവത്തിന്റെ ഫോൺ വാങ്ങി. അവൾ ഭയമൊന്നും കാണിക്കാതെ വളരെ സാധാരണയായി സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ശിവത്തിന് മനസ്സിലാകാത്ത ബംഗാളി ഭാഷയിൽ അവൾ തന്റെ അവസ്ഥ മുഴുവനും അമ്മയോട് പറഞ്ഞു. നാളേക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. അമ്മ ഉടൻ 112-ൽ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തി. അവളെ ഉടൻ ഗുരുഗ്രാമിലെ സെക്ടർ 10 ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവളുടെ അവസ്ഥ അത്രയും ഭീകരമായിരുന്നു. അടിയേറ്റ മുഖം വീർത്ത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം മാറിയിരുന്നു. ഇത് കൂടാതെ ആ പെൺകുട്ടിയുടെ മുടി മുഴുവനായും മുറിച്ചു കളഞ്ഞിരുന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അവളുടെ താടി പൂർണ്ണമായും പൊട്ടി, നാവിലും മുറിവുണ്ടായിരുന്നു. അതുപോലെ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തീ കൊളുത്തുകയും അതിനുള്ളിലേക്ക് വസ്തുക്കൾ കുത്തിവെക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസിന് അവളുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, കുറ്റവാളിയെ വേഗത്തിൽ പിടിക്കാൻ. എന്നാൽ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അവൾക്ക് മൊഴി നൽകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കണ്ടെത്തി. അതിനാൽ അവളെ സ്റ്റേറ്റ്മെന്റ് നൽകാൻ അയോഗ്യയാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ചില ഡോക്ടർമാർ അവളെ ഉയർന്ന ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അവൾക്ക് മൊഴി നൽകാൻ കഴിയുന്ന നിലയിലായി. അവളുടെ മൊഴി കേട്ടപ്പോൾ ഓരോരുത്തരും ഞെട്ടിപ്പോയി. ഒരു ലിവിൻ പങ്കാളി തൻ്റെ തന്നെ പങ്കാളിയോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുമോ എന്ന് പലരും ചിന്തിച്ചു. പോലീസ് വൈകാതെ ഫെബ്രുവരി മാസം 19-ന് ശിവത്തെ അറസ്റ്റ് ചെയ്തു. ഈ കേസ് ഐഡന്റിഫൈഡ് ക്രൈം എന്ന് പരിഗണിച്ചു. ഇത്തരത്തിലുള്ള കേസുകൾ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വേഗത്തിൽ വിചാരണ ചെയ്യപ്പെടും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളിക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കാൻ ഇപ്പോൾ ഈ കേസ് വിചാരണയിലാണ്. ഉടൻ തന്നെ ശിക്ഷ വിധിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളോട് പറയുന്നതിന്റെ ലക്ഷ്യം ആരുടെയും വികാരങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കാനാണ്. ഇന്ന് പല യുവജനങ്ങളും ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്കും പ്രണയത്തിലേക്കും കടക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ അവരുടെ തെറ്റുകൾ കണ്ടിട്ടും അവരെ അംഗീകരിക്കും. പക്ഷേ ഏത് തെറ്റുകൾ അംഗീകരിക്കണം, ഏതൊരിക്കലും അംഗീകരിക്കരുത്, ഇതൊക്കെ തിരിച്ചറിയണം. ശിവത്തിന്റെ പെരുമാറ്റം തുടക്കത്തിൽ തന്നെ ഹിംസാത്മകമായിരുന്നു. അപ്പോൾ തന്നെ ഈ ബന്ധത്തിൽ നിന്നും അകലേണ്ടതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിഷമമുള്ള ബന്ധത്തിലാണെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കുക. സമയത്ത് ജാഗ്രത പുലർത്തിയാൽ പല ദുരന്തങ്ങളും ഒഴിവാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.